പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് CPI നേതൃത്വത്തിന്റെ അനുമതിയോടെ. ഇത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി MP രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ MN സ്മാരകത്തിലെത്തി കണ്ടിരുന്നു. പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ കൂടിക്കാഴ്ച സ്വാഭാവികമാണ് എന്നാണ് ചർച്ച സ്ഥിരീകരിച്ച് MP രാജേഷ് പറയുന്നത്. അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ലാണ്. ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ സമ്മേളനത്തിൽ എന്തുണ്ടായിരുന്നു? വാർത്താ സമ്മേളനത്തിൽ എന്താ ആരോപണം? ഇപ്പം എന്താണ് അവശേഷിക്കുന്ന ആരോപണം? അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനം അതിന്റെ ഗതി എന്താണ് എന്നതിന്റെ വേറൊരു തെളിവല്ലേ ഇത്? ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇത് തുടങ്ങാം. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ട് പോയെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത്. പിന്നെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ല, അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, അത്ര. R ശ്രീജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിൽ CPI കൂടി വിശ്വാസത്തിലെടുക്കാൻ പ്രത്യേകം ഒരു സന്ദർശനം നടത്തി MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് MP രാജേഷ് സ്ഥിരീകരിക്കുന്നുണ്ടോ? മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തിൽ പിന്നെ പ്രത്യേകം പാർട്ടി നേതാക്കൾ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും ഈ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു പിന്നാലെ MN സ്മാരകത്തിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മറ്റെന്തെങ്കിലും ന്യായം നിരത്താനുണ്ടായിരുന്നോ MP രാജേഷിന്? ഗോപികൃഷ്ണൻ, മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ പ്രതിനിധിയായ P പ്രസാദ് ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഈ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉള്ള കാര്യമാണ് ആദ്യം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം വെള്ളം ഉപയോഗത്തിൻ്റെ കാര്യത്തിലും P പ്രസാദ് ചില കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചു. P പ്രസാദ് ഉന്നയിച്ച ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗശൂന്യമായ അരി മാത്രമേ ഈ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥ സർക്കാർ ഉത്തരവിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട CPI കൂടി ആശങ്ക പ്രകടിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് പ്രതിപക്ഷം രാഷ്ട്രീയ വിവാദമാക്കി. ഈ പശ്ചാത്തലത്തിൽ മുന്നണിയിൽ നിന്നൊരു എതിർപ്പുണ്ടാകുന്നത് തടയുക, മുന്നണി നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മിനിറ്റ്. R ശ്രീജിത്ത്, ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. ഞങ്ങൾ വികസന വിരുദ്ധരല്ല, വികസനം വേണം. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ. ഏത് വികസനമായാലും മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം. ചർച്ച ചെയ്തിട്ടുണ്ടോ? താങ്കൾ ഈ ബഫർ സോൺ പ്രഖ്യാപിച്ച് വലിയ സമരം ചെയ്തത് ആ സ്ഥലത്താണ്. മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എവിടെ ചർച്ച ചെയ്താലും നിലപാടായിരിക്കും. വ്യാജമായ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടാണ് അനുമതി തേടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വികസനത്തിന് തീർച്ചയായിട്ടും CPI എതിരല്ല, പക്ഷെ കുടിവെള്ളത്തിന് മറന്നുകൊണ്ട് വികസനം വരാൻ പാടില്ല. കുടിവെള്ളത്തെ മറന്നുകൊണ്ട് കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാം. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. കുടിവെള്ളം ഉറപ്പാക്കാതെ വികസനം വരാൻ പാടില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വേണം പദ്ധതി നടപ്പാക്കാൻ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പദ്ധതി ഉടൻ ഉണ്ടാകില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിലപാട് പറഞ്ഞില്ല. പദ്ധതിയിലടക്കം ബഫർ സോൺ അടക്കം പ്രഖ്യാപിച്ച് സഖാവ് വലിയ വിപ്ലവകരമായ തീരുമാനമെടുത്തൊരു അതെല്ലാം ശരിയാണല്ലോ. കുടിവെള്ളം, ശുദ്ധവായു, ഇതെല്ലാം വികസനത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ആലോചിക്കല്ലോ. ഡോണ്ട് ബി ഇൻ എ ഹറി. CPIയുടെ നിലപാട് പറയാതെ പറയുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുടിവെള്ളം ഇല്ലാതാക്കിയുള്ള വികസനത്തിന് CPI അനുകൂലമല്ല എന്നാണ്. എലപ്പുള്ളി വിഷയത്തിൽ CPIയുടെ പിന്തുണയുണ്ടോ, അനുമതി ഉണ്ടോ, CPI അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി. കൂടുതൽ ആ കാര്യങ്ങളിൽ ഒരു
വിശദീകരണത്തിന് അദ്ദേഹം മുതിരുന്നുമില്ല. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ ശേഷമാണ് കുടിവെള്ളം ഇല്ലാതാക്കിയുള്ള വികസനത്തിന് CPI ഉണ്ടാകില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം വികസനത്തിന് പാർട്ടി എതിരല്ല എന്ന് പറയുന്നുണ്ട്. എലപ്പുള്ളിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ജല ദൗർലഭ്യം എന്നുള്ളതാണ്. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടൊരു വികസനത്തിന് അനുവദിക്കില്ല എന്ന നിലപാടാണ് അവിടെ നാട്ടുകാർ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കുടിവെള്ളം ഇല്ലാതാക്കിയുള്ള വികസനത്തിന് CPIയുടെ പിന്തുണ ഉണ്ടാകില്ല എന്നിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ശ്രീജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചു മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ P പ്രസാദ് എതിർപ്പുന്നയിച്ചിരുന്നു. രണ്ട് കാര്യങ്ങളായിരുന്നു പ്രസാദിന് ഈ പദ്ധതിയിൽ വിയോജിപ്പായി പറയാനുണ്ടായിരുന്നത്. ഒന്ന്, അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ മദ്യനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക. രണ്ട്, ജലദൗർലഭ്യമുള്ളൊരു പ്രദേശത്ത് എങ്ങനെ ഈ പദ്ധതി നടപ്പാക്കും എന്നതിലുള്ള സംശയങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും CPIയുടെ ഔദ്യോഗിക നിലപാടുകളായി P പ്രസാദ് അവതരിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇപ്പോൾ ഈ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിന്റെ വെളിച്ചത്തിൽ? അദ്ദേഹം പറഞ്ഞത് വെള്ളം ഇല്ലാതാക്കിയുള്ള വികസനത്തിന് CPI കൂട്ടുനിൽക്കില്ല എന്നാണ്. ഗോപികൃഷ്ണൻ, ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃഷിമന്ത്രി എന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഭക്ഷ്യധാന്യങ്ങൾ, പ്രത്യേകിച്ചും അരി, അത് ഉപയോഗശൂന്യമായതും അല്ലാത്തതുമായ അരി മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്ന വിവരണമാണ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച കുറിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ കൃഷിമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമത്തിന് വരെ ഇടയാക്കേക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ അരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ P പ്രസാദ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ആ എതിർപ്പ് ഫലം കാണുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ എല്ലാത്തരം അരി ഉപയോഗിക്കാമെന്നത് മാറ്റി പിന്നീട് ഉത്തരവിറങ്ങിയപ്പോൾ അത് ഉപയോഗശൂന്യമായ അരി മാത്രമേ മദ്യനിർമ്മാണത്തിൽ ഉപയോഗിക്കാവൂ എന്ന് തിരുത്തൽ വരാൻ കാരണം P പ്രസാദിന്റെ ഇടപെടലാണ്. എന്നാൽ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എവിടെ നിന്നാണ് ഈ പദ്ധതിക്ക് വെള്ളം വരുന്നത് വെള്ളം കിട്ടുന്നത് എന്ന കൺസേൺ ആണ് P പ്രസാദ് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചത്. ഈ മദ്യശാലയ്ക്ക് പ്രാരംഭാനുമതി നിൽക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ജലവിഭവ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ മറുപടി പറഞ്ഞത് എക്സൈസ് മന്ത്രി MP രാജേഷാണ്. വാട്ടർ അതോറിറ്റി വെള്ളം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് MP രാജേഷ് മന്ത്രിസഭാ യോഗത്തിൽ നൽകിയ മറുപടി. എന്നാൽ ഇത് CPI ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുമതി വൻ വിവാദമായ സാഹചര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചു. ഇന്നലെ ഒരു വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. അതായത് ജലദൗർലഭ്യത്തിന്റെ കാര്യത്തിൽ CPIക്കും ആശങ്കയുണ്ട് എന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് MP രാജേഷ് CPI നേതൃത്വവുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബിനോയ് വിശ്വം കൊല്ലത്ത് നടത്തിയ പ്രതികരണത്തിലും ഈ വെള്ളത്തിന്റെ കാര്യത്തിലുള്ള ആശങ്ക തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വികസനത്തിന് പദ്ധതി വരുന്നതിന് CPI എതിരല്ല. എന്നാൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് പ്രദേശത്ത് ജലദൗർലഭ്യം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പദ്ധതിയുടെ കാര്യത്തിൽ CPIക്ക് വിയോജിപ്പുകളുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ഇത് ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ ഈ പദ്ധതിയിൽ സർക്കാരിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പോകുന്നത്? ഇത് ഇടതുമുന്നണിക്കകത്തൊരു കൺസെൻസസ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ടോ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ പ്രതികരണം? അത്തരത്തിൽ ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ സമവായം ഉണ്ടാക്കിയില്ല എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് CPI പോകുന്നില്ല. അതിന് ധാർമ്മികമായി CPIക്ക് കഴിയുകയുമില്ല. കാരണം CPIയുടെ 4 മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് ഈ ഇലപ്പുള്ളിയിലെ സ്ഥലത്ത് ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വൻകിട ഡിസ്റ്ററി തുടങ്ങാനുള്ള അനുമതി നൽകിയത്. അപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ CPIക്കും കഴിയില്ല. വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ അവിടെ രേഖപ്പെടുത്തി ആ തീരുമാനത്തെ എതിർക്കണമായിരുന്നു. എന്നാൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചതിനപ്പുറത്തേക്ക് ഈ പദ്ധതിയെ പാടെ എതിർക്കുന്നതിന് സമീപനം CPIക്ക് ഇല്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ CPIക്ക് ഉണ്ട്. അത് ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. ആ ആശങ്കയുടെ കാര്യത്തിൽ ഒരിക്കൽ കൂടി ഒരു പരസ്യ പ്രതികരണത്തിന് ബിനോയ് വിശ്വം തയ്യാറായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോപി, ശരി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള വികസനത്തിനൊപ്പം CPI ഉണ്ടാകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എലപ്പുള്ളിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മദ്യനിർമ്മാണ കമ്പനിയുടെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇനി തുടർ പ്രതികരണങ്ങൾ എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ട